നമ്മളെല്ലാവരും വാട്സപ്പിൽ സ്റ്റാറ്റസ് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നവരാണ്. സ്റ്റാറ്റസിൽ വീഡിയോകളും ഫോട്ടോകളും നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. എന്നാൽ നമുക്കിങ്ങനെ വലിയ വീഡിയോകൾ, ലോങ് ആയിട്ടുള്ള വീഡിയോകൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ വെക്കുമ്പോൾ ഇതുപോലെ 30 സെക്കൻഡിൽ മാത്രമേ നമുക്ക് വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ ഇത്തരം വലിയ വീഡിയോകൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസാക്കി മാറ്റുന്നതിന് വേണ്ടി 30 സെക്കൻഡ് വെച്ച് ഓരോ ഭാഗവും ഇതുപോലെ 30 സെക്കൻഡ് വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് ആഡ് ചെയ്യാറാണ് പതിവ്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ വീഡിയോയുടെ പല ഭാഗങ്ങളും നമുക്ക് മിസ്സാവുകയും അല്ലെങ്കിൽ കറക്റ്റ് ജോയിന്റിൽ കട്ട് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്നാൽ ഇങ്ങനെയുള്ള വലിയ വീഡിയോകൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ കട്ട് ചെയ്തുകൊണ്ട്, വളരെ കൃത്യമായി കട്ട് ചെയ്തുകൊണ്ട് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ ഏത് വലിയ വീഡിയോകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, ആ ഒരു ആപ്ലിക്കേഷൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വാട്സപ്പ് സ്റ്റാറ്റസിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന വലിയ വീഡിയോകൾ നമുക്ക് കൃത്യമായി കട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ എത്ര വലിയ വീഡിയോയും ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനെയാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പരിചയപ്പെടുത്തുന്നത്. ആ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ ചുവന്ന ലെറ്ററിൽ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും. ആ ഒരു ബെല്ലൈക്കൺ നിങ്ങൾ ഓൾ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാനുള്ളത്. ആ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയ നൽകുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഏറ്റവും മുകളിൽ സെറ്റ് ഫുൾ വീഡിയോ സ്റ്റാറ്റസ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. താഴെയായിട്ട് നമുക്ക് സ്റ്റാറ്റസ് സേവർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ സ്റ്റാറ്റസ് സേവർ എന്ന് കാണുന്ന ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലുള്ള സ്റ്റാറ്റസ് വീഡിയോകളും ഫോട്ടോകളും നമുക്കിവിടെ സേവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന സെറ്റ് ഫുൾ വീഡിയോ സ്റ്റാറ്റസ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസിൽ എത്ര വലിയ വീഡിയോയും ഈ ഒരു ആപ്ലിക്കേഷൻ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസാക്കി മാറ്റി നൽകും. നമുക്കതെങ്ങനെയൊന്ന് പരിശോധിക്കാം. അതിനുവേണ്ടി ഏറ്റവും മുകളിൽ കാണുന്ന സെറ്റ് ഫുൾ വീഡിയോ സ്റ്റാറ്റസ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് വീഡിയോ ആണോ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ ഒരു വീഡിയോ നമ്മുടെ ഗാലറിയിൽ നിന്ന് ഇതുപോലെ സെലക്ട് ചെയ്യുക. തുടർന്ന് താഴെ കാണുന്ന സ്പ്ലിറ്റ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ സ്പ്ലിറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രോഗ്രസ് 1, പ്രോഗ്രസ് 3, അങ്ങനെ ഓരോ ഭാഗം കട്ട് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇതുപോലെ കട്ട് ചെയ്ത് പൂർണ്ണമായി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഷെയർ വീഡിയോ എന്ന ഒരു ഓപ്ഷനായി കാണാൻ സാധിക്കുക. നമുക്ക് ആ ഒരു വലിയ വീഡിയോ ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ കൃത്യമായി കട്ട് ചെയ്ത് നൽകിയിരിക്കുകയാണ്. ഇനി നമുക്ക് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ആ ഒരു വീഡിയോ പൂർണ്ണമായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ നമ്മുടെ വാട്സപ്പ് സെലക്ട് ചെയ്യുക. അങ്ങനെ വാട്സപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ മൈ സ്റ്റാറ്റസ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമുക്ക് നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലേക്ക് നമ്മൾ നൽകിയ ആ വലിയ വീഡിയോകൾ ആഡ് ചെയ്യാൻ സാധിക്കുക. ഇവിടെ മൈ സ്റ്റാറ്റസ് എന്ന് കാണുന്ന ഭാഗം സെലക്ട് ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ചെറിയ വീഡിയോ നമുക്ക് 30 സെക്കൻഡ് മാത്രം കണ്ടൊരു വീഡിയോ നമുക്ക് പൂർണ്ണമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ താഴെയായിട്ട് നമുക്ക് കട്ട് ചെയ്ത ഓരോ ഭാഗങ്ങളും ഇതുപോലെ കാണാൻ സാധിക്കും. ഇതുപോലെ കട്ട് ചെയ്ത് ഇപ്പോൾ ഈ ഒരു വീഡിയോ 8 പാർട്ടുകളായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കട്ട് ചെയ്ത് തന്നത്. ഈ ഒരു 8 പാർട്ടും വളരെ കൃത്യമായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കട്ട് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ജോയിൻ ചെയ്യാൻ സാധിക്കാത്ത രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു വീഡിയോ കട്ട് ചെയ്യാൻ സാധിക്കുക. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ കൃത്യമായി കട്ട് ചെയ്ത് തരും. തുടർന്ന് നമുക്ക് കാണുന്ന ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോ നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസാക്കി മാറ്റാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ എൻ്റെ വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്ത് നമ്മുടെ സ്റ്റാറ്റസ് ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു വീഡിയോ, വളരെ ലോങ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ വിവിധ പാർട്ടുകളായി ആ ഒരു ആപ്ലിക്കേഷൻ സ്പ്ലിറ്റ് ചെയ്ത് നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ കൃത്യമായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ വലിയ വീഡിയോകൾ സ്പ്ലിറ്റ് ചെയ്ത് ഇതുപോലെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. തുടർന്ന് കാണുന്നവർക്ക് വളരെ കൃത്യമായിട്ട് ആ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോകൾ ഇതുപോലെ കാണാൻ സാധിക്കുകയും ചെയ്യും.
അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും, നിങ്ങൾ അതുകൂടി എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും, നിങ്ങൾ ആ ബെല്ലൈക്കൽ ഓൾ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.